ഒരാൾ വന്ന് തങ്ങളോട് ചോദിക്കുന്നു മത്തസാഅതു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു മാദാ അഅദതലഹ, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കിയത് അന്വേഷിക്കാൻ? ഈ ചോദിച്ചവരുടെ അതാ മറുപടി, നബിയേ, എന്റെ കൈവശം ധാരാളം നിസ്കാരമോ സദഖയോ സൽക്രമങ്ങളോ ഇല്ല. വലാകിന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലാ, ഞാൻ അല്ലാഹുവിനെയും തങ്ങളെയും അതിരത്ത് സ്നേഹിക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ ഒരു നിലക്കും യോഗ്യരല്ലാത്ത നമ്മൾക്കൊക്കെ സമാധാനം നൽകിയിട്ട് ആ മഹാനിലൂടെ നൽകിയ വിവരം മുസ്ലിമീങ്ങളെ, ഖാൽ അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്. അതിനാണ് നമ്മൾ താജുൽ ഉലമയെ സ്നേഹിച്ചത്. അതിനു വേണ്ടിയാണ് മഹാന്മാരായ ഉള്ള ആള് സയ്യിദ് മദനി തങ്ങളുപ്പാപ്പാനെ വെളിയങ്കോട് ഉമർ ഖാദി റഹ്മഹുല്ലാഹ്, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് അടക്കമുള്ള അയിമ്മത്തുകളെയും ദിഫായി ശൈഖിനെയും ഔസുൽ ആലമിനെയും സകല അമ്പിയാക്കളെയും മൗലിയാക്കളെയും നമ്മൾ സ്നേഹിച്ചത് എന്തിനാണ്? അവരെ കൂടെ സ്വർഗത്തിലെത്താനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹബീബിന്റെ അറിയിപ്പ് എന്താണ്? മൻ അഹബ്ബനീ കാന മഅീ ഫിൽ ജന്ന, ഒരാൾ എന്നെ സ്നേഹിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് തങ്ങളെ വലിയ നിലക്ക് ഇഷ്ക് വെക്കുക, സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറക്കുക. സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഒരു മുജാഹിദിലും ജമാഅത്തെ ഇസ്ലാമിയിലും ഒരു തബ്ലീഗ് ജമാഅത്തിലും ഒരു ഖാദിയാനിയിലും ഒരു സലഫിയിലും പെട്ട് ആഖിറം നഷ്ടപ്പെടുത്തരുത് മുസ്ലിമീങ്ങളെ. അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖിദ്മത്തിലായിട്ട് ജീവിക്കാൻ ഈ തലമുറക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. ഇന്നീ സദസ്സ് കഴിഞ്ഞ് ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങരുതേ ഉമ്മമാരെ, സഹോദരന്മാരെ. ഞാൻ ബായാറ് സ്വലാത്തിൽ കഴിഞ്ഞ സ്വലാത്തിന് ലക്ഷക്കണക്കിന് ആളുകളല്ലേ ബായാറിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിപ്പെട്ടത്. സ്വലാത്തിലും അല്ലാതെയും നാം എപ്പോഴും പറയാറുണ്ട്, നിസ്കാരം ഖദാ ആക്കിയിട്ട് ഒരൊറ്റ കുട്ടിയും ബായാറ് സ്വലാത്തിന് വരരുത്. ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത പ്രവർത്തനത്തോടെയോ ചിന്തയോടെയോ ദീൻ അനുവദിക്കാത്ത രൂപത്തിൽ ഒരാളും ഈ സ്വലാത്ത് മജ്ലിസിലേക്ക് വരരുത്, ഈ സ്ഥാപനത്തിലേക്ക് വരരുത്. പറയാറില്ലേ മുസ്ലിമീങ്ങളെ? ഇപ്പോഴും പറയുന്നു, നമുക്ക് നിസ്കാരം മുടങ്ങിപ്പോകരുത്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് 5 വക്ത് നിസ്കാരം. ആ നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. സുന്നത്ത് നിസ്കാരമാവുന്നത്ര പതിവാക്കാൻ ശ്രമിക്കണം. ഖുർആൻ ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതാൻ ശ്രമിക്കണം. ഇശാ മഗ്‌രിബിന്റെ വലിയ ബറക്കത്തുള്ള സമയമാണ്. എല്ലാ പരീക്ഷണങ്ങളും നീങ്ങി കിട്ടിയിട്ട് ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ സൂറത്തുൽ മുൽക്ക് ഓതണേ ഉമ്മ, സൂറത്തു യാസീൻ ഓതണേ ബാപ്പ, അസ്മാഉൽ ബദരീൻ വീട്ടിൽ നന്നായിട്ട് ഓതണം. ഹബീബിന്റെ മദ്ഹുകൾ നന്നായിട്ട് പാരായണം ചെയ്യണം. എങ്കിൽ അത്തരം അഹ്ലുകാരുടെ മക്കള് കള്ളുകുടിയന്മാരാകൂല്ല, അവര് പെണ്ണുകുടിയന്മാരാകൂല്ല, അവര് തോന്നിവാസങ്ങളിൽ അകപ്പെടൂല്ല, അവരതാ പുത്തനാശയങ്ങളിൽ അകപ്പെടൂല്ല. ഇന്ന് മക്കള് നന്നാകാൻ, കുടുംബം നന്നാകാൻ, നമുക്കൊക്കെ ആത്മീയമായി വലിയ ഉയർച്ച കിട്ടാൻ വലിയ നിലക്കുള്ള കാരണം ഹബീബിന്റെ സ്നേഹമാണ്, ഹബീബിന്റെ മദ്ഹാണ്. ആ മദ്ഹ് ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ വചനങ്ങളാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. ഇമാമീങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലി വലിയ സ്ഥാനത്തെത്തിയിട്ട് പല പ്രാവശ്യം തങ്ങളെ കണ്ട സന്തോഷം അവര് കൈമാറിയില്ലേ? ഒരാൾ ഒരു പ്രാവശ്യം ഹബീബിനെ കണ്ടാൽ പിന്നെ ഹറാമിന് രസം കിട്ടുവോ? ഹറാമ് ഖൽബിൽ വരുവോ? നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ
തങ്ങളെ കണ്ടവര് തങ്ങളെ കൽബിലിങ്ങനെ തസവ്വുറാക്കുമ്പോ ആ നിസ്കാരത്തിന് എന്തൊരു തലസുതാണ്, എന്തൊരു ഹലാവത്താണ്. പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് കബൂലാക്കണം റഹ്മാനേ. ഞാൻ വാക്ക് ചുരുക്കുന്നു. ചെറിയ നിലക്ക് ദിക്റും സ്വലാത്തും പറഞ്ഞു നമുക്ക് ഇൻഷാ അല്ലാഹ് വലിയ നിലക്ക് ദ്വാരന്ന് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. റബീഉൽ അവ്വൽ 12 പുലർച്ചെ സമയം ഹബീബായ തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലാദത്ത് സംഭവിച്ച, ജന്മം സംഭവിച്ച ആ സമയം നമ്മൾക്ക് കിടന്നുറങ്ങേണ്ട സമയമല്ല. നല്ല പുതിയ ഡ്രസ്സുകളും അത്തറും ഒക്കെ പുരട്ടി ഉളൂലായിട്ട് തങ്ങളെ മദ്ഹലും മഹബത്തിലുമായിട്ട് കഴിച്ചു